ഏയ് ഇത് സൂര്യതാപമേറ്റതല്ല, പുതിയ ഹെയർ സ്റ്റൈലാ. ഇന്ന് നിന്റെ കാത് ഞാൻ പൊന്നാക്കോടാ. ആ പൊന്ന് വിറ്റ് ഞാനൊരു ഫോൺ വാങ്ങുവച്ചാ. സംസ്ഥാനത്ത് തെരുവിലുറങ്ങുന്നത് 3195 പേരെന്ന്. അത് ശരിയാ, നമുക്കൊക്കെ വലിയ മാളിക ഉണ്ടെങ്കിലും ഉറങ്ങി ശീലിച്ചത് ഇവിടെയാണല്ല. ഡേഡി നോക്കടി, നമ്മൾ ഒരുമിച്ച് നിന്നെടുത്ത ഫോട്ടോയ്ക്ക് 550 ലൈക്കും 280 കമൻറ്റും. ഓ കിടുക്കി. ഇന്നലെ പണിക്ക് പോയി കിട്ടിയ കാശിന് ഇവിടത്തേക്കുള്ള അരിയും പച്ചക്കറിയും വാങ്ങിയിരുന്നെങ്കിൽ നെറ്റ് ചാർജ് ചെയ്യാനോ ഈ ലൈക്കൊക്കെ കാണാനോ പറ്റുമായിരുന്നോ? അമ്മയ്ക്ക് ബീവറേജിൽ ജോലി കിട്ടിയ പിന്നെ അച്ഛനെല്ലാം അനുസരിക്കുന്നുണ്ടല്ലോ. അതെ, വൈകിട്ട് നിന്റെ അച്ഛന് ഓരോ ചെറുത് വാങ്ങിക്കൊടുത്തിട്ടാ. ഈ അപ്പൂപ്പൻ മരിച്ച കുഞ്ഞെപ്പോഴെങ്കിലും ഓർക്കുവോ? അതിനൊക്കെ ഇപ്പൊ എവിടാ നേരം, ചാറ്റിങ്ങിന് ചൊവ്വ നേരെ സമയം കിട്ടുന്നില്ല, അപ്പഴാ. എന്നാത്തിനാ മനുഷ്യ ഇത്ര ഐസ് കട്ട? പുത്തി വേണോടി പുത്തി. കിടന്നിട്ട് ചൂടെടുക്കണമെന്നും പറഞ്ഞ് ഇവിടെ ആരും ഉരുണ്ട് മറിയല. ഇന്നു മുതൽ ബെഡിന് പകരം ഇവന്റെ പുറത്താ കിടപ്പ്. ഗ്യാസ് ഉണ്ട്, വല്ല ഡോക്ടറെ വിളിച്ച് പറയടോ. ബുക്ക് ചെയ്ത ഗ്യാസ് വരുമെന്നാ പറഞ്ഞേ. നോക്കടി, നിനക്കൊക്കെ അല്ലേ എന്നെ ഒരു വിലയില്ലാത്തത്. 20 വർഷമായിട്ട് മദ്യം വാങ്ങിയതിന് ബിവറേജുകാർ തന്ന പാരിതോഷികമാ. ഇന്നെന്താടാ സ്കൂളിൽ പോകാതെ? ഒരു സെൽഫി എടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അതിന് എത്ര ലൈക്ക് കിട്ടുമോ നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. പോസ്റ്റ് ഇട്ട് വല്ല പരിചയമുണ്ടോ? കൊള്ള, നല്ല ചോദ്യം സാറേ. എത്ര പോസ്റ്റ് ഇടണം? ദിവസം 500 പോസ്റ്റെങ്കിലും ഞാൻ ഇടാറുണ്ട് ഫേസ്ബുക്കിൽ. എവിടെ പോയിട്ട് വരുന്നു? അരയിലെ ചരട് ആധാറുമായിട്ട് ബന്ധിപ്പിക്കാൻ പോയതാ ചേട്ടാ. ഇന്നലെ ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് വന്നവരെല്ലാം VIP-കളായിരുന്നുടാ. നീ വിഷമിക്കാതെ, അവരെല്ലാം ഒരിക്കലും RIP-കളാവും. ഒരാൾ ഒരു ഡോറിന് മുന്നിലെത്തുമ്പോൾ കുറേ തള്ളിയതാ, ഇനി അങ്ങനെ തള്ളടില്ല. ഇവിടെ വെച്ച CCTV ക്യാമറയിലൂടെ നിന്റെ കാമുകനെ ഞാൻ കണ്ടടി. നിങ്ങളറിയാതെ വെച്ച CCTV ക്യാമറയിലൂടെ ഞാനും നിങ്ങളുടെ കാമുകിയെ കണ്ടു മനുഷ്യ. ഹാവു, രക്ഷപ്പെട്ടു. ഇനി വേഗം ഒത്തുതീർപ്പായിക്കോളും. അവനെ ഇത്രയും തല്ലിച്ചതക്കേണ്ട കാര്യമെന്താ? അവന് തല്ലിച്ചതക്കുമല്ല, കൊല്ലുക വേണ്ടത്. ഇന്നലെ ഞങ്ങൾ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഫോട്ടോ അവൻ ഫേസ്ബുക്കിലെടുത്ത് ഇട്ടിരിക്കണ്. നമ്മൾ ഈ മരച്ചുവട്ടിൽ ഒത്തുകൂടാൻ തുടങ്ങിയിട്ട് 10-40 വർഷം ആയില്ലേ? പതുക്കെ പറ, ആരെങ്കിലും കേട്ടാ GST കൊടുക്കേണ്ടി വരും. നിന്റെ അപ്പൂപ്പനെ പറഞ്ഞു വിലക്കണം. നിനക്കിടക്കിടക്ക് ഉമ്മ തരാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഇനി അങ്ങനെ ഉണ്ടായാൽ ഞാൻ കൊട്ടേഷൻ ഏർപ്പാടാക്കും. തറ. നിങ്ങളെ അല്ല മനുഷ്യ, കേറി പോരെ. അപ്പൂപ്പന് ഓർമ്മ ഒട്ടുമില്ലെന്ന് ഇനി അപ്പം പറയരുത്. പുതിയ മെമ്മറി കാർഡ് അരച്ച് കലക്കി കൊടുത്തേക്കണത്.